മക്കുലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഏകദേശം കേട്ടിട്ട് പരീക്ഷകളൊക്കെ കഴിഞ്ഞല്ലോ. എങ്ങനെയുണ്ട് പരീക്ഷ? എളുപ്പമായിരുന്നോ? ടഫായിരുന്നോ? അപ്പൊ ചില കുട്ടികൾ പറയണ്ടായിരുന്നു ടഫായിരുന്നു, ചില കുട്ടികൾക്ക് ഈസി ആയിരുന്നു, ചിലർക്ക് സബ്ജക്ട് ടഫായിട്ട് ഈസി ആയിട്ട് പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള അധിക കമന്റുകളും ഇനിയിപ്പോ എന്താണ് അടുത്തത്, റിസൾട്ട് എപ്പോഴാണ്, ആൻസർ കീ എപ്പോഴാണ്, ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെസ്സേജ് വരുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പൊ നിലവിൽ പല ചാനലുകളിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആൻസർ കീ വന്ന് നിങ്ങളത് നോക്കിയിട്ട് ഏകദേശം ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അത് തന്നെ എന്താണ്, ബോർഡർ ലൈനിൽ നിൽക്കുന്നവരുണ്ടാവും, 1-2 മാർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ ഈ ടെൻഷനൊക്കെ കൂടിയിട്ട് എപ്പോഴാണ് ആൻസർ കീ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്, എപ്പോഴാണ് ഇതിന്റെ ആൻസർ കീ വരുന്നത്, റിസൾട്ട് വരുന്നത് എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ബോർഡർ ലൈനിൽ മാർക്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിപ്പോ ഒഫീഷ്യൽ ആൻസർ കീ അല്ല ചാനലുകളിൽ വരുന്നത് അല്ലെ. എന്നാലും ഒഫീഷ്യൽ ആൻസർ കീ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. സാധാരണ നിലയ്ക്ക് ഈ ഒഫീഷ്യൽ ആൻസർ കീ വരുന്നത് നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് ഏകദേശം ഒരു 2 വീക്സിനുള്ളിൽ എന്ത് ചെയ്യാറുണ്ട്, ഒഫീഷ്യൽ ആൻസർ കീ വരാറുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ ആണ് ആദ്യം വരുന്നത് കേട്ടോ. പ്രൊവിഷണൽ ആൻസർ കീ ആണ് ഫസ്റ്റ് വരുന്നത്. ഒരു 2-3 വീക്സിനുള്ളിൽ സാധാരണ നിലയ്ക്ക് വരാറുണ്ട്. കഴിഞ്ഞ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ ചില കുട്ടികൾ ചോദിച്ച ഒറ്റ ആൻസർ കീ ആണോ, ആദ്യമായിട്ട് എഴുതുന്നവർക്ക് പ്രത്യേകിച്ച് കുറച്ച് സംശയങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ എഴുതിയിട്ടുള്ള ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. മനസ്സിലാക്കുക, ഒരു ആൻസർ കീ അല്ല, ആദ്യം പ്രൊവിഷണൽ ആൻസർ കീ ആണ് വരുന്നത്. ആ പ്രൊവിഷണൽ ആൻസർ കീക്ക് ശേഷം പിന്നെ എന്ത് ചെയ്യും, അവർക്ക് റെക്ടിഫൈഡ് ആൻസർ കീ വരും. അപ്പൊ ഈ പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ മാറി കിടക്കാം, ചിലപ്പോ ചില 2 ആൻസർ വരാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റുണ്ടാവാം, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉറപ്പായിട്ടുള്ള ശരിയായിട്ടുള്ള ആൻസർ ഇവിടെ ഓപ്ഷൻ പ്രൊവിഷണൽ ആൻസർ കീ മാറി കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലൈന്റ് ചെയ്യാം, പരീക്ഷ ഭവനോട് കംപ്ലൈന്റ് ചെയ്യാം. സാധാരണ നിലക്ക് പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ഒരു 5 വർക്കിംഗ് ഡേയ്സ് സാധാരണ നിലക്ക് തരാറുണ്ട്. അപ്പൊ അതിനുള്ളിൽ എന്ത് ചെയ്യും, നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. പ്രത്യേക കംപ്ലൈന്റ് ഫോം ഉണ്ട്. ആ ഫോമിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ, ഏത് ഓപ്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കംപ്ലൈന്റ് ചെയ്യാം. അതിനുശേഷം ഒരു വിദഗ്ധ സമിതി എന്ത് ചെയ്യും, ഈ ഒരു ഇത് പരിശോധിക്കും. അതിനകത്ത് തിരുത്തേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തി വരും. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടൊക്കെ വരും കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്ത് വരും, ചിലപ്പോൾ ഓപ്ഷൻ മാറ്റിയിട്ട് അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റിയിട്ട് വരുന്ന ആൻസർ കീ ആണ് റെക്ടിഫൈഡ് ആൻസർ കീ എന്ന് പറയുന്നത്. അതാണ് ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത്. ആ ഫൈനൽ ആൻസർ കീ വന്ന പിന്നെ ഒരു ആൻസർ കീയിൽ അടുത്ത റിസൾട്ട് ആണ് വരുന്നത്, മനസ്സിലാവണ്ട. അപ്പോൾ മിസ്റ്റേക്കുകൾ തിരുത്തി വരുന്ന റെക്ടിഫൈഡ് ഫൈനൽ ആൻസർ കീക്ക് ശേഷം പിന്നെ അധികം വൈകാതെ തന്നെ സാധാരണ നിലക്ക് റിസൾട്ട് വരും. റെക്ടിഫൈഡ് ആൻസർ കീ വന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ സാധാരണ നിലക്ക് എന്ത് ചെയ്യാറുണ്ട്, റിസൾട്ട് വരാറുണ്ട്. അപ്പൊ അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇതിന്റെ ഫലപ്രഖ്യാപനം ഒരു 2 മാസത്തിനുള്ളിലായിരിക്കും എന്ന നിലയ്ക്ക് അതിന്റെ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ കഴിഞ്ഞ ഉടനെ എപ്പോൾ റിസൾട്ട് വരും, എന്ന് റിസൾട്ട് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബോർഡർ ലൈൻ മാർക്കൊക്കെ നിൽക്കുന്നവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ടെൻഷൻ ആകണ്ട, എന്റെ ഒഫീഷ്യൽ ആൻസർ കീ വരട്ടെ, പ്രൊവിഷണൽ ആൻസർ കീ വരട്ടെ, ഫൈനൽ ആൻസർ കീ വരട്ടെ, അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും റിസൾട്ട് വരുമ്പോൾ നോക്കാം കേട്ടോ. കാരണം ഈ പ്രാവശ്യം നിർബന്ധമായിട്ട് പാസ്സാകേണ്ട ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, സർവീസിൽ ഇപ്പോൾ ഈ ഒരു എക്സാം നടക്കേണ്ടായിരുന്നു. അപ്പോ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും പാസ്സാകേണ്ട സാഹചര്യങ്ങളും അവസ്ഥയും ഒക്കെ ഉണ്ടാകാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ചില കുട്ടികളുണ്ട്, അവർക്ക് ഉറപ്പാണ്, കാരണം ഇനി എങ്ങനെ നോക്കിയാലും ഇപ്പൊ നിലവിൽ ഇപ്പൊ ചാനലിലൂടെ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൻസർ കീ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും സാധ്യതയില്ല, എങ്ങനെ നോക്കിയാലും പാസ്സാക്കാൻ സാധ്യതയില്ല, എലിജിബിലിറ്റി നേടാൻ സാധ്യതയില്ല, മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ ചുമ്മാ പോയിട്ട് എഴുതിയതാണ്, അല്ലെങ്കിൽ കുറച്ച് ടഫാണ്, അങ്ങനെ ഉറപ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാന്നുള്ളതാണ്. ഇനിയിപ്പോ എന്താ പറയാ, ആൻസർ കീക്ക് വെയിറ്റ് ചെയ്ത്, കാരണം അവർക്ക് ഉറപ്പാണ് ഏകദേശം ഇത്രയും മാർക്കിന്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ കുറച്ച് മാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ഒരുപാട് മാർക്ക് ഉണ്ട്, അവർക്ക് തന്നെ ഉറപ്പാണ് ഞങ്ങൾ പാസ്സാകില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാതെ ഇനി പരീക്ഷ എഴുതുന്നില്ല എന്നൊക്കെയുള്ള തീരുമാനം, നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരാതെ അടുത്ത പരീക്ഷയ്ക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം കേട്ടോ. നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഭാഗങ്ങൾ തീർക്കാനും സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ പഠിച്ചു തുടങ്ങണം എന്ന് പറയാൻ കാരണം, നമുക്ക് 24 മണിക്കൂറും പഠിക്കാനുള്ള സമയവും നമുക്കില്ല. ഒരു ദിവസം ഒരു മണിക്കൂർ 2 മണിക്കൂർ കിട്ടിയാൽ കിട്ടി. കാരണം നമ്മൾ ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്, പല തിരക്കുകളിലുമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂർ പഠിച്ചാലും അത് മതി, മനസ്സിലാവുണ്ടോ.
പിന്നെ എക്സാം എടുക്കുമ്പോൾ കുറച്ചും കൂടി ടൈം നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. മാത്രമല്ല റിവിഷൻ ഒരുപാട് സമയം കിട്ടും, ചോദ്യങ്ങൾ ചെയ്തു നോക്കാൻ സമയം കിട്ടും. ഇതൊക്കെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. അതല്ല ഒരു ബോർഡർ ലൈൻ മാർക്കൊക്കെ നിൽക്കുകയാണ് എന്നുള്ളവര് അവർ ടെൻഷൻ ആകേണ്ട, വിഷമിക്കേണ്ട. എന്ത് ചെയ്യുക, പ്രൊഫഷണൽ ആൻസർക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യുക, റിസൾട്ട് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ആരും ടെൻഷൻ ആകേണ്ട. ഇതുകൊണ്ടൊന്നും നമ്മുടെ അവസരങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല കേട്ടോ. നമ്മുടെ ഒരു പരാജയം കൊണ്ടൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എവിടെയാണോ കുറവ് പറ്റിയിട്ടുള്ളത് അത് മനസ്സിലാക്കി നന്നായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ അക്ലോറയിൽ കേറ്ററ്റിന്റെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ, പുതിയ ബാച്ചുകളെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഈ പ്രാവശ്യം തന്നെ പാസ്സാകണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം എക്സാം കഴിയുന്നത്, അടുത്ത എക്സാം കഴിയുന്നവരെ കൊണ്ടുപോകുക. നിരാശയൊന്നും വേണ്ട. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ അപ്ഡേഷൻസും പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.